അപ്പോൾ നമുക്ക് ഈ ഫുഡ് കൺട്രോളും അതുപോലെ തന്നെ വർക്കൗട്ട് അല്ലാതെ മറ്റെന്ത് മാർഗ്ഗങ്ങളാണുള്ളത് നമ്മുടെ ഈ ഒരു വെയിറ്റ് അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതിലാണ് മാഡം പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫുഡ് കൺട്രോൾ വരുന്നത്. ഫുഡ് കൺട്രോൾ എപ്പോഴും ഒരു നല്ല ഡയറ്റീഷ്യൻ്റെയോ ഒരു നല്ല ഫിസിഷ്യൻ്റെയോ അഡ്വൈസോട് കൂടി തന്നെയാണ് വേണ്ടത്. അത് അതൊരു ഡയറ്ററി ഹിസ്റ്ററി അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളുടെ ചോയ്സസ്, വെജാണോ നോൺ വെജാണോ, നമ്മൾ സ്വീറ്റ് ഈറ്റർ ആണോ നോൺ സ്വീറ്റ് ഈറ്റർ ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ബേസ് ചെയ്ത് ആഹാരം അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. സഡൻ എല്ലാം കൂടെ കട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ബിക്കോസ് ഇതൊരു റീബൗണ്ട് ഫിനോമിനായിട്ട് വെയിറ്റ് റീഗെയിൻ ചെയ്ത് വരികയുള്ളൂ. സോ ഡയറ്ററി ഹാബിറ്റ്സിൽ ആൽക്കഹോൾ കൺസപ്ഷൻ, അതിൻ്റെയൊക്കെ കാലറി ഇന്ത്യക്ക് ഒരുപാട് കൂടുതലാണ്. അതൊക്കെ അവസാനിപ്പിക്കുക. നോർമലായിട്ടുള്ള കുക്ക്ഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള നല്ല ഫുഡ്സ് സെലക്ട് ചെയ്തത് കഴിക്കുക. അതും ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഒരാൾക്ക് നാച്ചുറലി രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും 30 to 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒരു റണ്ണിങ്, ജോഗിങ്, വാട്ട് എവർ എക്സസൈസ്. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് ഹെവി വെയിറ്റ് എടുക്കണം എന്നുള്ളതല്ല. നമ്മളുടെ ഹൃദയമിടിപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്ന അത്രയും കൂടുക, ഹാർട്ട് റേറ്റ് നമ്മൾ ഫീൽ ചെയ്യുന്ന അത്രയും കൂടുന്ന രീതിയിലൊരു എക്സസൈസ്, നന്നായിട്ടൊന്ന് വേർക്കുക. എക്സ്ട്രാ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് ഉരുകി പോകാൻ അതും നാച്ചുറലി അത്രയും മാത്രം മതിയാവും. സോ ബേസിക്കായിട്ട് ഫുഡ് കൺട്രോളും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ. അതുകൂടാതെയാണ് നമുക്ക് ഫാർമക്കോതെറാപ്പി ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് എപ്പോഴാണ് ഈ സർജറീസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്? ടൈം ഏതായിരിക്കും? നമുക്ക് ഏതൊക്കെ സർജറീസ് ആണുള്ളത് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട്, അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ള? നമുക്ക് അമിതവണ്ണം ഒരു രോഗം ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ലോകം വളരെയധികമായിട്ട് ഒരുപാട് സ്റ്റഡീസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, എപ്പോഴാണ് നമ്മളൊരു സർജറി അഡ്വൈസ് ചെയ്യുക എന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും, അതായത് ആഹാര നിയന്ത്രണത്തിനും എക്സസൈസിനും വേണ്ട ഒരു ടൈം കൊടുക്കണം. യൂഷ്വലി നമുക്ക് അന്നേരം ആ പേഷ്യൻറ്റിനെ ആദ്യം കാണുമ്പോഴുള്ള വെയിറ്റിൽ നിന്ന് 5 to 10% ഓഫ് എക്സ്ട്രാ വെയിറ്റ് ആദ്യത്തെ 6 മാസത്തിൽ റെഡ്യൂസ് ചെയ്യുമോ എന്ന് നോക്കും. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന ഫുഡ് കൺട്രോളും എക്സസൈസും വഴി കുറയ്ക്കും. എക്സാക്ട്ലി. അങ്ങനെ ഒരു 5 to 10% എങ്കിലും വെയിറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ്, അതായത് ആഫ്റ്റർ ഒരു റീസണബിൾ പീരീഡ് നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ കോമോർബിഡിറ്റീസ്, അതായത് കാർഡിയാക് ഇഷ്യൂ, ടൈപ്പ് 2 ഡയബറ്റിസ്, പിന്നെ ഹാർട്ട് ഡിസീസ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ പേഷ്യൻ്റ് ഒരു സർജിക്കൽ കാൻഡിഡേറ്റ് ആണ്. അവരെ ബാക്കിയുള്ള ബേസിക് ഇവാലുവേഷൻസ് നടത്തിയിട്ട് അവരുമായിട്ട് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബെരിയാട്രിക് സർജറിയാണ് അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാനുള്ള ഏക മാർഗം. ഓക്കെ. ഈ ബെറിയാട്രിക് സർജറി ചെയ്യാനായിട്ട് ഏതെങ്കിലും ഏജ് ഉണ്ടോ? നമുക്ക് ഈ ഒരു ഏജിലുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ കാറ്റഗറിക്കേ പറ്റുള്ളൂ, അങ്ങനെ ഏജ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. കാരണം അഡോളസെൻ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഒബീസിറ്റി വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഏർലി ഓൺസെറ്റ് ഒബീസിറ്റി ആകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ അമിതവണ്ണം ആകുമ്പോഴേക്കും അയാൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത പിന്നെയും കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ ഒരു ഏർലി ഓൺസെറ്റ് വളരെ യങ് ഏജിൽ തന്നെ ഒബീസ് ആകുകയാണെങ്കിൽ അവർക്ക് ഷോർട്ട് പീരീഡിൽ തന്നെ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരും. സോ മോർ ദാൻ 12 ഇയേഴ്സ്, ഇഫ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രോട്ടോകോൾസ് വൈസ് അത് കംഫർട്ടബിൾ ആണെങ്കിൽ 12 ഇയേഴ്സിന് മുകളിൽ തന്നെ നമുക്ക് ബിരാട്രിക് സർജറി ചെയ്യാം. ഓക്കെ. ഈ ഒരു സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഭാഗത്തെ പാർട്ടിൽ മാത്രമായിട്ട് ഫാറ്റ് റിമൂവ് ചെയ്യുന്നതാണ്? എങ്ങനെയാണത്? അല്ല, ബേരിയാട്രിക് സർജറി എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ സർജറി ശരിക്കും താക്കോൽ ദ്വാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കീ ഹോൾ പ്രൊസീജിയറാണ്. ഒരു അമിതവണ്ണമുള്ള ഒരു വ്യക്തിയിൽ പിത്തസഞ്ചിയിലെ കല്ല് നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു അപ്പൻഡിസൈറ്റിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഹേർണിയയുടെ റിപ്പയർ ചെയ്യുന്നതിനേക്കാളും സിമ്പിളും എളുപ്പവുമാണ് ഒരു ബേരിയാട്രിക് സർജറി ചെയ്യാന്ന് പറയുന്നത്. ബേരിയാട്രിക് സർജറിക്ക് ബേസിക്കലി 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഇത് നമ്മുടെ ആഹാരം ഇൻജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എടുക്കുന്ന ആഹാരത്തിൻ്റെ അളവ്, കാലറീസ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നത്. സോ നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യുവാണ്. സോ ബെരിയാട്രിക് സർജറിയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷനാണ്. ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക. രണ്ടാമത്തെ, ഈവൻ ഇഫ് നമ്മൾ ആഹാരം എടുത്തെന്ന് നമ്മൾ ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ ശരീരത്തിനുള്ളിൽ അതിൽ പ്രവർത്തനം നടത്തിയിട്ട് അതിനെ കാലറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ നിന്നാണ് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. ആ അബ്സോർപ്ഷൻ കുറയ്ക്കുക, അതായത് ടു പ്രിവെൻറ്റ് നോർമൽ അബ്സോർപ്ഷൻ. ഈ 2 ഫാക്ടേഴ്സാണ്. ഒന്ന് റെസ്ട്രിക്ഷൻ, ഫുഡ് ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. 2, ഈവൻ ഇഫ് നമ്മളിപ്പം അറിയാതെ കുറച്ച് ഫുഡ് ഇൻടേക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കുക. ഈ 2 ഫാക്ടേഴ്സാണ് നമ്മൾ ബെരിയാട്രിക് സർജറിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പൺ സർജറി അല്ല, അല്ലാണ്ട് നമ്മുടെ കീ ഹോൾ വഴി നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ആവശ്യമില്ലാത്ത ഫാറ്റ് അല്ല. ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഒരു 100-120 കിലോ ഉള്ള ഒരാളാണ് ഈ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ ബെരിയാട്രിക് സർജറി ചെയ്യുന്നത്.
അതിൽ ആ ഫാറ്റ് മാത്രം നീക്കം ചെയ്യുന്ന ലൈപ്പോസക്ഷൻ അതൊരു കോസ്മെറ്റിക് സർജറിയാണ്. ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം റിമൂവ് ചെയ്യുന്നതിനെയാണ് ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞത്. അത് പ്യുവർലി ഒരു കോസ്മെറ്റിക് സർജറിയാണ്. ബെരിയാട്രിക് സർജറിയിൽ ഞാൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ സൈസ്, ആമാശയത്തിൻ്റെ സൈസ് ആ രോഗിയുടെ ഏജും വെയ്റ്റും അനുസരിച്ച് നമ്മളത് റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു പക്ഷേ സർജറിക്ക് മുമ്പ് 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് സർജറി കഴിയുമ്പോൾ 1 ഇഡ്ഡലി മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. നോർമലി അല്ലാതെ ഒരാളിനോട് ഇത്രയും ആഹാരം കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 6 മാസം വരെ നമുക്കത് ടോളറേറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ അണ്ണോയെങ്കിൽ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കും. പക്ഷെ നമ്മൾ ഈ സ്റ്റൊമക്കിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എത്ര വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ടേ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞാൽ അത് വോമിറ്റ് ചെയ്തു പോകും. അപ്പോൾ അവിടെയാണ് ആ റെസ്ട്രിക്റ്റീവ് ഫാക്ടർ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ വെയിറ്റ് ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും, അത് നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി പിന്നെ ഉണ്ടാവുന്നതാണോ? അല്ല, നമ്മളിപ്പോൾ ആ റെസ്ട്രിക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് അയാളുടെ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് 24 മണിക്കൂർ അയാളുടെ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസിന് 1500 കാലറി വേണമെന്ന് വെക്കുക. നമ്മൾ അയാളുടെ സ്റ്റൊമക്ക് റെഡ്യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അയാൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് അയാൾക്ക് 1000 കാലറി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനിലാക്കും. സ്റ്റൊമക്കിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. അയാൾ എത്ര കഴിച്ചാൽ അയാൾക്ക് 1000 കാലറിയെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് -500ൻ്റെ ഒരു കാലറി ഡെഫിസിറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അയാളുടെ ശരീരത്തിൽ നേരത്തെ വർഷങ്ങളായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് ഓരോ ദിവസമായിട്ട് ഉരുകി തീരും. അങ്ങനെ വരുമ്പോൾ 140 കിലോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 70-75 കിലോ വരെ ഇത് ബാലൻസ് ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ഡെയിലി നമ്മളുടെ എക്സസൈസിൻ്റെയും കൂടെ നമ്മൾ കൂട്ടിക്കൂടി വരുമ്പോൾ ഒരു ദിവസം എടുക്കുന്ന കാലറീസ് ആ ദിവസം തന്നെ യൂട്ടിലൈസ് ചെയ്ത് തീർക്കുന്ന ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിലേക്ക് വരും. അവിടെ വെച്ച് നമ്മുടെ ആ വെയിറ്റ് നോർമലി വി ഫിക്സ് ഇറ്റ് ആസ് 80-85 kg എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് 6 months 140 നിന്ന് ഈ രോഗി 85 വന്നിട്ട് ആ പ്ലേറ്റ് ഓഫ് ഫേസിൽ അത് മെയിൻറ്റെയിൻഡ് ആയിട്ട്. ഈ ബാരിയാട്രിക് സർജറി ആക്ച്വലി ഒരു പെയിൻഫുൾ സർജറി ആണോ? അതെ, അബ്സല്യൂട്ട്ലി അല്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞൊരു ബേരിയാട്രിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ അമിതവണ്ണമുള്ളൊരു 140 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിന് എത്രയോ അസുഖങ്ങൾക്ക് വേണ്ടി സർജറി വേണ്ടി വരാം. നേരത്തെ പറഞ്ഞ പോലെ അപ്പൻഡിസൈറ്റിസ് വരാം, പിത്തസഞ്ചിയിലെ കല്ല് നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ഹേർണിയ ചെയ്യാം. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും സിമ്പിളാണ് കീ ഹോൾഡ് ഇത് ചെയ്യുന്നത്. അതെ. അതുപോലെ നമുക്ക് പിന്നീട് റെസ്റ്റ് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിൽക്കേണ്ടി വരും ആഫ്റ്റർ ദ സർജറി? നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ രോഗിയെ നടത്തി തുടങ്ങും. ആ തിയേറ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിൽ തന്നെ ആഫ്റ്റർ 4 hours ഹി വിൽ സ്റ്റാർട്ട് വാക്കിംഗ്. പിറ്റേ ദിവസം നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഈസ് ബാക്ക് ടു നോർമൽ. 3-4 ചെറിയ സുഷിരങ്ങൾ, 5 മില്ലിമീറ്ററിൻ്റെ 4-5 സുഷിരങ്ങൾ, 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സുഷിരം, ആ താക്കോൽദ്വാരത്തിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. സർജറി കഴിഞ്ഞാൽ അടുത്ത 4 hours അവർ നടന്നു തുടങ്ങണം, റെസ്റ്റ് ഇല്ല. നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ ലൈഫിൽ തന്നെ ഇപ്പോൾ ഈ ഇത്ര വർഷം കൊണ്ട് കുറേ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഏതെങ്കിലും ഒരു സർജറി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു മെമ്മറി ഡോക്ടറിനെ ഓർത്ത് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? 2013 തിരുവോണത്തിൻ്റെ അന്നാണ് ആദ്യമായിട്ട് ബെരിയാട്രിക് സർജറി ചെയ്തത്. അതിന് മുമ്പ് 3-4 ഫെലോഷിപ്സ് പല സ്ഥലങ്ങളിലായിട്ട് ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ബെരിയാട്രിക് സർജറി തുടങ്ങുന്നത്. ടിൽ നൗ 700 കേസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് മെമ്മറബിളായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, സ്ത്രീകളിൽ മോർബിഡ് ഒബീസിറ്റി കാരണം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി, അവർക്ക് മാരേജ് കഴിഞ്ഞാൽ ഒന്ന് സൈക്കോളജിക്കലായിട്ടും പിന്നെ ഇത്രയും ഒബീസ് ഉള്ളതുകൊണ്ട് പിന്നെ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ, അവർക്ക് IVF പോലുള്ള മറ്റ് പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ. അങ്ങനെ അവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻ്റ് ആകും എന്നുള്ള അഡ്വൈസ് കിട്ടിയിട്ട് എന്നെ സമീപിച്ച രോഗികളുണ്ട്, ഒന്നിൽ കൂടുതൽ. അവർക്ക് ബെരിയാട്രിക് സർജറി കഴിഞ്ഞ് അവരുടെ നോർമൽ വെയിറ്റിലേക്ക് വന്ന് 1.5 വർഷത്തിന് ശേഷം അവരുടെ ന്യൂ ബോൺ ബേബിയുമായിട്ട് കാണാൻ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ റിവാർഡിങ് ആണ് ബേസിക്കലി. അതുകൂടാതെ നമുക്ക് ഒബ്വിയസ്ലി പേഴ്സണലി നടന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത ചില രോഗികളുണ്ട്, അവരുടെ അമിതവണ്ണം കാരണം. ഞങ്ങളുടെ ടീം ചെയ്തിട്ടുള്ള ഏറ്റവും ഹെവിയസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 284 kg ആണ്. അത് പക്ഷേ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനോ അല്ല, അതൊരു അറബ് നാഷണലാണ്. ഒരാൾക്ക് 284 kg ഉണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ്. അത് എത്ര വരെ റെഡ്യൂസ് ചെയ്തു വെയിറ്റ്? അത് ഫോളോ അപ്പ് ഞങ്ങൾക്ക് 2-3 കൊല്ലം വരെ ഉണ്ടായിരുന്നു. 120 kg വരെ വന്നിട്ടുണ്ട് ആ പേഷ്യൻ്റ്. പക്ഷേ അയാൾ 6.5 അടി ഉയരമുള്ള ഒരു അറബ് വംശജൻ. അപ്പോൾ അവരെ നമ്മളുടെ ആൾക്കാരോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ ഫിസിക്കലി നമ്മുടേതിനേക്കാളും വലിയ ഫ്രെയിം വർക്കാണ് അവർക്ക് 120 kg എന്ന് പറഞ്ഞ ഒരു നോർമൽ വെയിറ്റ് ആണ്.
നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത് 140+ ആണ്. അത് ഒരു ആവറേജ് മലയാളിക്ക് ബിരിയാട്രിക് സർജറി ചെയ്യുമ്പോൾ ഒരു 140 അല്ലെങ്കിൽ 135 to 150 താഴെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു 85 to 90 നമ്മളത് ഫിക്സ് ചെയ്യും, അവരുടെ ഒരു എക്സ്ട്രാ വെയിറ്റ് ലോസിന് ശേഷമുള്ളത്. അതാണ് നമ്മൾ കണ്ടുവരുന്നത് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ഈ അമിതവണ്ണമുള്ളവരിലല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും മോഡൽസ് അങ്ങനെ ആരെങ്കിലൊക്കെ ഇങ്ങനെ ബിരിയാട്രിക് സർജറി വേണം, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അങ്ങനെ വന്നിട്ടുണ്ടോ? യൂഷ്വലി കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. ഓക്കെ, അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവർ ശരിക്കും മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് അവർ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഈ പോസിറ്റീവ് ഫൈൻഡിങ്സ്, അതായത് അമിതവണ്ണമുള്ളവരിൽ ബിരിയാട്രിക് സർജറിക്ക് ശേഷം ഈ ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്തു എന്നുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഈ നോൺ ഒബീസായിട്ട് ഇതേപോലെ ഡിസീസ് ഉള്ളവർക്ക് അവർക്ക് ലൈഫ് ലോങ് ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നോൺ ഒബീസ് ആണെങ്കിൽ നമ്മൾ പാർട്ട് ഓഫ് ബിരിയാട്രിക് സർജറി ഈ ബൈപ്പാസ് പ്രൊസീജിയേഴ്സോ റെസ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സോ ചെയ്യാറുണ്ട്. പക്ഷേ പ്യോർലി സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി അല്ലെങ്കിൽ കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ ബിരിയാട്രിക് സർജറി ചെയ്യാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിരിയാട്രിക് സർജറി ചെയ്യുമ്പം ഒബ്വിയസ്ലി പേഷ്യൻറ്റിനുണ്ടാകുന്ന ഈ ഫിസിക്കലായിട്ടുണ്ടാകുന്ന ആ ഒരു ഇൻക്രിമെൻറ്റ്, അവരുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ, അതൊരു ബോണസായിട്ട് മാത്രമാണ്. അതിനേക്കാളും അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടെ കൂടെയുള്ള മെഡിക്കൽ കോമോബിഡിറ്റീസാണ്. അവർക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന അവരുടെ ഏർലി ഡെത്തിന് വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം അവരുടെ ബേസിക് സൗന്ദര്യം വർദ്ധിക്കുന്നത് അതൊരു ബോണസ് മാത്രമാണ്. അതുപോലെ ഇപ്പോൾ വേറെ എന്തെങ്കിലും രോഗങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരോ അല്ലെങ്കിൽ പ്രഷർ അല്ല വേറെ രോഗങ്ങളുള്ളവർക്ക് ഇത് ചെയ്യാവോ? ഇപ്പം അമിതവണ്ണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് വളരെ ഇമ്മീഡിയറ്റ്ലി കവേർഡ് ആണ്, റെഡ്യൂസ്ഡ് ആണ്. അവരുടെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾഡ് ആണ്. അവർക്ക് വിത്തൗട്ട് മെഡിസിൻസ് ആണ് അവരുടെ പിന്നീട് അവരുടെ ലൈഫിൽ നമ്മൾ പോകുന്നത്. അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത്, ആ പ്രിൻസിപ്പിൾസ് അതേപോലെ നമ്മൾ ഈ നോൺ ഒബീസിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. അവർക്ക് എത്ര നാളായിട്ട് അവർക്ക് ഡയബറ്റീസ് ഉണ്ട്, അവരുടെ C-പെപ്റ്റൈഡ് ലെവൽ എത്രയാണ്, അവരുടെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാട്രിക് സർജറിയിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ടൈപ്പിലെ ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് വരുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതാണ് നമ്മൾ ഈ പ്രീ ഓപ്പറേറ്റീവായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊരു സർജൻ മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല, ഒരു ടീം വർക്കാണ്. അതിലൊരു ഫിസിഷ്യൻ ഉണ്ടാവും, കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവും, ഈവൻ സൈക്യാട്രിസ്റ്റ് വരെ ഉണ്ടാവും. അപ്പോൾ ഒരു സാധാരണ വെയിറ്റുള്ള ഒരു രോഗിയിൽ നമ്മൾ ചെയ്യുന്ന സർജറിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനേക്കാൾ കൂടുതലാണ് ഒബ്വിയസ്ലി ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരിൽ പൾമണറി എംബോളിസം അല്ലെങ്കിൽ DVT അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ് എല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം സർജറിക്ക് മുമ്പായിട്ട് അവരെ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൗൺസിൽ ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള എല്ലാ പ്രിക്കോഷൻസും, അതിൽ ഇയർലി മൊബിലൈസേഷൻ ഉണ്ട്, DVT പ്രൊഫൈലാക്സിസ് ഉണ്ട്, ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഈ സർജറി കൊണ്ട് അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഏത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസും ഇൻക്രീസ്ഡ് ഇൻസിഡൻ്റ് ആണ് എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. ഒബ്വിയസ്ലി ബ്ലീഡിങ്, വൂണ്ട് ഇൻഫെക്ഷന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനാസ്റ്റമോസിൻ്റെ ലീക്കേജ്, അങ്ങനെ ഇത് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേപ്ലിംഗ് ടെക്നോളജി, 3 ലെയർ സ്റ്റേപ്ലിംഗ് ടെക്നോളജി, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹീമോസ്റ്റാറ്റിക് ഹാർമോണിക് പോലുള്ള ഹീമോസ്റ്റാറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ട് ചെയ്യുന്നതിനേക്കാളും വളരെ സേഫായിട്ട് ബിരിയാട്രിക് സർജറി ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണോ ഈ ഒരു സർജറി? തീർച്ചയായിട്ടും ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ബിരിയാട്രിക് സർജറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുട്ടികളിലും ഈ ഒരു അമിതവണ്ണം കാണാറുണ്ട്. അത് അവരുടെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണോ, അത് അവർക്ക് വർക്കൗട്ടിന് ഇല്ലാതെയാണോ, ജനറ്റിക് ആയിട്ടാണോ? ഇപ്പോൾ കുട്ടികളെ കണ്ടാൽ നമുക്ക് അവരുടെ ഏജിനേക്കാൾ കൂടുതലായിട്ട് ഏജ് തോന്നിക്കാറുള്ള കുട്ടികളുണ്ട് ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് ജനറലി നമ്മുടെ സമൂഹത്തിനുണ്ടാകാൻ മൊത്തം വ്യത്യാസം. ഈ കുട്ടികൾ അവരുടെ പേരൻസ് അതേപോലെ ഒബീസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അതുപോലെ ആണെങ്കിലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മിക്കവാറും ഫോർമുല ഫീഡ്സൊക്കെയാണ്. അങ്ങനെ ആദ്യം മുതൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാതെ ഫോർമുല മാത്രം ഫീഡ് ചെയ്യുന്ന വരുന്നവരിൽ അവരിൽ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ് അതൊക്കെ ജന്മനാ തന്നെ അവർക്ക് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ അവരുടെ പേരൻസ്, ഫാദറിനോ മദറിനോ ജനറ്റിക്കായിട്ട് അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നാച്ചുറലി കുട്ടികളിലേക്ക് പകർത്തപ്പെടുകയാണ്. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫാസ്റ്റ് ഫുഡ് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. യങ് പേഷ്യൻറ്റിന് തന്നെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാഡ്ബറീസ് അല്ലെങ്കിൽ പിസ്സാസ്, ബർഗേഴ്സ്
ഇതൊക്കെ അത്രയും കാലറീസ് കൊടുക്കുന്ന ഒരാളിനെ എന്നാൽ അത്രയും ഒരു എന്തൂസിയാസത്തോടുകൂടി അവരെ വൈകുന്നേരം കളിക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നില്ല. അവർ വീട്ടിനകത്ത് AC റൂമിൽ അടച്ചിരുന്ന് TV കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്നു, എന്നാൽ അത് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒബ്വിയസ്ലി ആ എക്സ്ട്രാ വരുന്ന കാലറീസ് സ്റ്റോർഡായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണ്. പിന്നെ കുട്ടികൾ ഇപ്പോൾ സ്നാക്ക് ബോക്സിൽ എല്ലാവരും ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പാരൻസ് കൊടുത്തു വിടുന്നത്. നൂഡിൽസ്, പാസ്ത, അതൊന്നും മറന്നു പോകരുത്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. പക്ഷേ എത്ര പേരാണ് ഇപ്പോൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന പുട്ടും കടലയുമോ അല്ലെ പുട്ടും പയറുമോ ഇഡ്ലിയും സാമ്പാറും ഇതൊക്കെ നമ്മളങ്ങനെ പറയുമ്പം അതിൻ്റെ ഒരു കമ്പൈൻഡ് അതിൻ്റെ സമീകൃത പോഷക ആഹാരമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആവിയിൽ കുക്ക് ചെയ്ത് ഫ്രഷായിട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ലല്ലോ. അതിന് പകരം സാൻഡ്വിച്ച്, ബ്രെഡ്സ്, ജാം, ബട്ടർ അങ്ങനെയൊക്കെയല്ലേ. ഇപ്പം നാച്ചുറലി അതിൻ്റെ ഫലം ആ കുട്ടികളിൽ പ്രകടമാകും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പാരൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സമൂഹത്തിൽ ഇപ്പം അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ഡോക്ടർ പറയുന്ന സജഷൻസ് എന്തൊക്കെയായിരിക്കും? അവരുടെ ഹാബിറ്റിൽ എന്തൊക്കെയാണ് കുറച്ച് പോയിന്റ്സ്, കീ പോയിന്റ്സ് എല്ലാവരോടും പറയാൻ പറഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതവണ്ണം നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ലക്ഷണമല്ല, നമ്മുടെ സമ്പത്തിനെ പ്രതിഫലിക്കുന്നതല്ല. അമിതവണ്ണം ഒരു രോഗമാണ്. ആ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അമിതവണ്ണത്തിൽ പ്രിവെൻറ്റബിളായിട്ടുള്ള വളരെയധികം റീസൺസ് ഉണ്ട്. പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഒബ്വിയസ്ലി അത് നമ്മുടെ പ്രിവെൻഷനിൽ നിൽക്കുന്നതല്ല. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പോവുക. ഇൻ കേസ് ഒരു എന്തെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ട് ആ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ഡയറ്റീഷ്യനോ ഒരു ഫിസിഷ്യനെ കാണിച്ച് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഏർലി സ്റ്റേജിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു BMI ഒരു സർജിക്കൽ ലിമിറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ബിക്കോസ് അങ്ങനെ ഒരു ബെരിയാട്രിക് സർജറി നിങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 1 കിലോഗ്രാം വെയിറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 4 മുതൽ 7 ആഴ്ച വരെ നമ്മുടെ ലൈഫ് സ്പാൻ കൂടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കാതിരിക്കുക. ഇപ്പോൾ ചിലർ ഫുഡ് കൺട്രോൾ ചെയ്ത് പെട്ടെന്നൊരു വെയിറ്റ് ലോസ്, അത് ഒരു 10-20 കിലോയൊക്കെ ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്ന ചില സ്ഥലത്തൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല. കാരണം അപ്പോഴാണ് നമ്മളിതൊരു ടീം വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ പ്ലാൻ അല്ലെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യകത മനസ്സിലാക്കേണ്ടത്. ഓരോ പേഷ്യൻറ്റും അല്ലെങ്കിൽ ഓരോ രോഗിയും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അവരെ പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഈ പ്രീ ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യണം. അവർക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കോമോബിഡിറ്റീസ് ഉണ്ടോ, അവർക്കൊരു ഹൈപ്പോഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നോക്കിയിട്ട് ഒരു ഒബീസിറ്റി പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറ്റീഷ്യനോ ഒരു നല്ല ഫിസിഷ്യൻ്റെയോ ഒരു നല്ല ട്രെയിനറിൻ്റെയോ ആ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിച്ച് മാത്രമേ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇത് റാപ്പിഡായിട്ട് നമ്മൾ 20 കിലോ കുറച്ചൊന്ന് വെക്കുക, അത് അതിനേക്കാളും കൂടുതൽ യോയോ ഫിനോമിനൻ എന്ന് പറയും, അതിനേക്കാൾ കൂടുതലായിട്ട് വെയിറ്റ് റീഗെയിൻഡ് ആവും. ബിക്കോസ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കൺട്രോളിലല്ലാത്ത ജനറ്റിക് മേക്കപ്പിനെതിരെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. സോ ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ WHO ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബീരിയാട്രിക് സർജറി വെച്ചേ പറ്റുള്ളൂ. ബാക്കി ഏത് തരത്തിലുള്ള വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി എ ഗൈഡഡ്, ഇറ്റ് ഷുഡ് ബി എ മോണിറ്റേഡ് പ്രൊസീജിയർ. ഇപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ആൾ എത്ര നേരം ഫുഡ് കഴിക്കണം കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ? അതൊരു ജനറലൈസ്ഡ് ചോദ്യമായിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഇത്ര നേരം എന്നുള്ളതല്ല. ഒബ്വിയസ്ലി നമ്മളുടെ ഈ വെയിറ്റ് റിഡക്ഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ആ കാലറി ഇൻടേക്ക് അല്ലെങ്കിൽ ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എൻസൈമാറ്റിക്കും ഹോർമോണലായിട്ടും മറ്റ് സിസ്റ്റത്തിൻ്റെ വർക്കൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം. പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഫുഡ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കാരണം നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആസിഡിക് ഇഷ്യൂസൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റൊമക്ക് നോർമലി ഒരു HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ അകത്തുണ്ട്. അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് 4 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ മോർണിംഗിൽ ഫുഡ് സ്കിപ്പ് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് രാത്രി 8 മണിക്കോ 9 മണിക്കോ ആഹാരം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ വരെയും നമ്മുടെ സ്റ്റൊമക്കിൽ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ ഇതിനൊരു പീരിയോഡിക്കായിട്ട് ഒരു റിത്തമിക്കായിട്ടുള്ള സെക്രീഷൻസ് നടക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ നാച്ചുറലി ഈ ആസിഡ്
അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഫുഡ് വരുന്നില്ല. ഒബ്വിയസ്ലി അത് നമുക്ക് അനാരോഗ്യകരമാണ്. അതുപോലെ നമ്മൾ ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിക്കരുതെന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ മുന്നേ കുടിക്കണം, അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കുടിക്കണം. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ അടുത്ത കാലത്തായിട്ടാണ് നമുക്ക് ഈ അമിതവണ്ണം ഒരു രോഗമാണെന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനിലേക്ക് വരും. ഒബ്വിയസ്ലി ഒരുപാട് ഇതേപോലെയുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്ത ഒരുപാട് ഡയറക്ഷൻസ് ഇങ്ങനെ വരാറുണ്ട്. ഇതൊക്കെ പേഴ്സണൽ ചോയ്സുകളാണ്. പക്ഷേ ബെറിയാട്രിക് സർജറി നടന്നതിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം ആ രോഗിക്ക് ഫുഡും അതിൻ്റെ ഫ്ലൂയിഡും തമ്മിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. ഈ സമയത്ത് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവുള്ളൂ. അത് അതേപോലെ സർജറിക്ക് മുമ്പ് അപ്ലൈ ചെയ്യുന്നതിൽ വലിയ സയൻറ്റിഫിക് ബേസിസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സർജറിക്ക് ശേഷമാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഫുഡ് കഴിക്കുന്നതും അതിൻ്റെ വാട്ടർ ഇൻടേക്ക്, ലിക്വിഡ് ഇൻടേക്കും തമ്മിൽ വ്യക്തമായിട്ടുള്ളതുകൊണ്ട് അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളത് പറയും. അതൊരു പക്ഷേ അത് കേട്ടിട്ടോ അല്ലെങ്കിൽ അത് എവിടുന്നെങ്കിലും അത് ഗ്രഹിച്ചിട്ടുമാണ് അത് ഇതുപോലെ ഒരു നോർമൽ മനുഷ്യരിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒബ്വിയസ്ലി ദാറ്റ് ഡസൻറ്റ് വർക്ക്. അപ്പോൾ നമുക്ക് കുറേ വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഒരു നേരത്തെ നമ്മൾ ഫുഡ് റീപ്ലേസ് ചെയ്ത് ഈ ഒരു പൗഡർ കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഷേക്ക് കുടിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ്? കോൺട്രവേഴ്സികൾസ് യൂഷ്വലി ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ തന്നെ ബേസിക്കലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡി ബിൽഡേഴ്സ് ഫോർ എക്സാമ്പിൾ, അതും ഈ പറഞ്ഞതുപോലെ ഓവർ ദി കൗണ്ടർ വാങ്ങിക്കുന്ന പൗഡേഴ്സ് അല്ല. അവർക്കും ഡോക്ടേഴ്സൊക്കെ അവരെ തന്നെ ഗൈഡ് ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് ആ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അമിനോ ആസിഡ്സ് പൗഡേഴ്സും പ്രോട്ടീൻ പൗഡേഴ്സും കൊടുക്കാറുണ്ട്. അതുമൊക്കെ അൺസെൻസേർഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഗൈഡഡ് ആയിട്ട് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അവർക്കും മറ്റ് ക്രിയാറ്റിൻ കൂടുന്ന ഇഷ്യൂസും ഒക്കെ വരും. സോ നോർമൽ അല്ലാത്ത എന്ത് കാര്യങ്ങളും ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസിലേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ നോർമൽ ഒരാളുടെ പോലെയല്ല, അയാൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളപ്പോൾ അത് ഫുഡ് വഴി അല്ലാതെ അങ്ങനെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അവരതുമാത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കത്തില്ല അവരുടെ നോർമൽ വർക്കൗട്ട് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും നമ്മളതുപോലെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി അത് നമുക്ക് ഹാംഫുൾ ആയിട്ടേ വരുള്ളൂ. സോ ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണ്. അവരെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, എന്താണ് അവരുടെ ഗോള്. വെയിറ്റ് റിഡക്ഷൻ എന്നുള്ളത് കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്താണ് ഉന്നമിടുന്നത്, വാട്ട് ഈസ് ഹിസ് ഗോൾ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. അതിൽ ആഹാര നിയന്ത്രണം ഒരു ഭാഗമാണ്, എക്സസൈസ് ഒരു ഭാഗമാണ്, മറ്റ് അഡിക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊരു ഭാഗമാണ്, ആവശ്യത്തിന് ഉറക്കം സ്ലീപ്പ് ഒരു ഭാഗമാണ്. ഇങ്ങനെ മൾട്ടി ഫാക്ടോറിയലായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന എയിം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ.